ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്കാരത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. സത്യത്തിൽ ഇത് ഈ തപസ്സാചരണത്തിലെ അവസാനത്തെ ദിനമാണ്. നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത ദിവസം മുതൽ. വിശുദ്ധ വാരം, അതിൻ്റെ ആ കൾമിനേഷൻ, അതിൻ്റെ ആ ഉച്ചകോടി എന്നൊക്കെ പറയാവുന്ന, അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ഇന്നത്തെ വചനഭാഗത്ത് ലഭിച്ചിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഇങ്ങനെ യേശുവിനെ വധിക്കാനായിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ പ്രധാന പുരോഹിതൻ, ഈ അന്നാസും കയ്യഫാസും എന്നൊക്കെ പറയുന്ന ആ പ്രധാന പുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അവിടെ പറയുന്ന ചില വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒരു പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് 50-ാമത്തെ വാക്യമാണ്. 11:50. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് കയ്യഫാസിന്റെ വാക്യമാണ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? സത്യത്തിൽ ഇയാളൊരു വില്ലൻ ക്യാരക്ടറാണ്. ഇയാള് ക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ദുഷ്ടന്മാരിൽ ഒരുവനാണ്. പക്ഷെ അയാളുടെ വായിലൂടെ പോലും ദൈവം പ്രവചനം അഴിച്ചു വിടുകയാണ്. അയാളുടെ വായിലൂടെ പോലും പ്രവചനം വരികയാണ്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം നമ്മൾ കാണുന്ന ബലിയാട്, എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഒരാടിനെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ എല്ലാ പാപവും വെച്ച് കെട്ടി അതിനെ ബലിയാടായി കൊണ്ടുപോകുന്ന, സ്കെയിം ഗോട്ട് എന്നൊക്കെ പറയുന്ന ബലിയാടായിട്ട് കൊണ്ടുപോയി മരുഭൂമിയിൽ അലയാൻ വിട്ടവിടെ അത് ഇല്ലാതാവുന്നു, ബലിയായി മാറുന്നു. അപ്പം അത് ആ ഒരു ലേവ്യരുടെ പുസ്തകത്തിലെ പുരോഹിതന്മാരുടെ വിധിപ്രകാരമുള്ള ആ ബലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന വാക്യമാണ് യഥാർത്ഥത്തിൽ ഈശോയെ കുറിച്ച് ഇവർ പറയുന്നത്. സത്യത്തില് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. കാരണം എല്ലാവരും നശിക്കാൻ പോവുകയാണ്. ഇവനിങ്ങനെ ഒരു വിപ്ലവകാരിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവൻ വിപ്ലവം നയിക്കുമ്പോഴത്തേക്ക് ജനം മുഴുവൻ അവന്റെ പുറകെ പോവും, ജനം മുഴുവൻ ഇല്ലാതാകും. ഇതാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതിന്റെ സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ആത്മീയ പശ്ചാത്തലം എന്ന് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇവ മരിക്കും എന്ന് പ്രധാന പുരോഹിതന്റെ വായിലൂടെ ആ പ്രവചനം പുറത്തേക്ക് വരികയാണ്. മറ്റൊരു വാക്യം, ഈ ഭാഗം വായിച്ചപ്പോൾ ഇതാണ് ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യം എന്ന് പറയുന്നത് 48-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. എല്ലാവരും അവന്റെ പുറകെ പോകും. അവനെ നമ്മളിങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ സർവ്വ ജനത്തെയും പിടിച്ചെടുക്കും എന്ന് പറയുന്ന സോഷ്യൽ കോണ്ടെക്സ്റ്റിലോട്ട് പോയി. പക്ഷെ ഈ വാക്യം, അവനെ നമ്മളിങ്ങനെ വിട്ട് കളഞ്ഞാൽ എല്ലാവരും അവന്റെ പുറകെ അവൻ വിശ്വസിക്കും. നമ്മൾ നോക്കണം, നമ്മൾ ഇതിന്റെ അടുത്ത ദിവസം ഓശാന ആചരിക്കുകയാണ്, ഓശാന തിരുനാള് ആചരിക്കുകയാണ്. അപ്പോ ഈ ഈശോ ഇങ്ങനെ കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുമ്പോ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ പറയുന്നൊരു കമന്റ് ഇതുമായിട്ട് കൃത്യം കണക്റ്റഡാ. 12-ാമത്തെ അധ്യായം, തൊട്ടടുത്ത അധ്യായം 12-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയിക്കേ. ലുക്ക്, ദ ഹോൾ വേൾഡ് ഹാസ് ഗോൺ ആഫ്റ്റർ ഹിം എന്ന് പറയേണ്ട വാക്യം പറയുന്നത്. മൊത്തം ജനവും, ഹോൾ വേൾഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുന്നത്, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോയുടെ ഇടപെടൽ, അവന്റെ പ്രാഭവം, അവന്റെ അധികാരം, അവന്റെ ശക്തി ആ ജനത്തെ പിടിച്ചോണ്ട് പോയി. ജനം മുഴുവൻ അവന്റെ പിന്നാലെ വരും. ഇങ്ങനെ ഓശാനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മളതിന്റെ വിവരണമൊക്കെ ഉണ്ട്. കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്നു, ചില്ലകൾ വീശിക്കൊണ്ട് അവർ ഓശാന പാടുന്നു, രക്ഷിക്കണേ, യഹോവയെ രക്ഷിക്കണേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ടിങ്ങനെ വഴിയിൽ വസ്ത്രങ്ങളൊക്കെ വിരിച്ചിടുന്നു, അതിന് മുകളിലൂടെ രാജകീയമായ ജെറുസലേം പ്രവേശനം നടക്കുകയാണ്. പക്ഷെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഫരിസേയരുടെ, നമ്മുടെ സാധാരണ ഭാഷയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കിളിപോയി എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ അവരിങ്ങനെ ഞെട്ടിത്തെരിച്ച് നിന്നിട്ട് അവർ പറയുന്ന വാക്യമാണ്, അവരുടെ വായിൽ വരുന്ന വാക്യമാണ് സുവിശേഷം യോഹന്നാൻ കുറിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാണുന്നില്ലേ? നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി. എനിക്കത് ആ വാക്യം ഭയങ്കര ഒരു അച്ഛനായി കഴിഞ്ഞ്
കൃത്യസമയത്തൊക്കെ ഓശാനയുടെ സമയത്ത് ഈ ഭാഗം എടുത്ത് വായിക്കുമ്പോഴേ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നൊരു വാക്ക് ഇതാ. ഓശാന എന്ന് പറയുമ്പോൾ മനസ്സിന് ആദ്യം വരുന്ന വാക്ക് ഇതാ. ബാക്കിയുള്ള വിവരണങ്ങളും ജനവ്യതിരേൽക്കുന്നതൊക്കെ അവിടെ കിടക്കട്ടെ. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും സ്നേഹിക്കുന്നൊരു വാക്ക് ഇതാണ്. ഇങ്ങനെ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമ്മളും അവൻ്റെ പിന്നാലെ പോകണം എന്നൊരു ഓർമ്മപ്പെടുത്തല. ഇതാണ് ഈ 11-ാമത്തെ അധ്യായത്തിലെ 48-ാം വാക്യത്തിൽ പറയുകയാണ്, അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. 12-ാമത്തെ അധ്യായത്തിലെ 19-ാം വാക്യത്തുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. ഫരിസേയർ പറയുകയാണ്, കാണുന്നില്ലേ, നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ദ ഹോൾ വേൾഡ് ഹാസ് ഗോൺ ആഫ്റ്റർ ഹിം പറയണ്ടാവും. നമുക്കിത് ഇങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണ്. ലോകം മുഴുവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവർ ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റു മതത്തിൽ നിരീശ്വരവാദികളായിട്ടൊക്കെ ജീവിക്കുന്നതല്ല, ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ മൂല്യങ്ങളെയും സ്നേഹിക്കുന്ന അനേകരുണ്ട് ലോകം മുഴുവനും. ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമുക്ക് പോകാം അവന്റെ പിന്നാലെ.